ഈ കാണുന്നതാണ് പാലക്കാട് ജില്ലയിലെ മലയങ്കാവ് എന്ന ഗ്രാമം. ഈ കാണുന്ന ഗ്രാമപാതയിലൂടെ വേണം അങ്ങോട്ടേക്ക് ചെല്ലാൻ. നമ്മളിന്ന് കാണാൻ പോകുന്നത് പാവപ്പെട്ട ഒരു കൂലിപ്പണിക്കാരൻ്റെ മകൾ അവളുടെ കഠിനമായ പരിശ്രമം കൊണ്ട് ജില്ലാ ക്രിക്കറ്റ് ടീമിൻ്റെ വനിതകളുടെ അണ്ടർ 15 സെലക്ഷൻ നേടിയിരിക്കുകയാണ്. ആ കുട്ടിയെയും അവളുടെ കുടുംബത്തെയുമാണ് ഞാനിന്ന് എൻ്റെ GPS ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അവരോട് ഞാൻ വരുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ആ കുട്ടിക്ക് കോട്ടമൈതാനത്ത് പരിശീലനത്തിന് പോകേണ്ടെന്ന ആവശ്യമുണ്ടായിരുന്നു. ഭാഗ്യം അവിടെ അവരെല്ലാവരും ഉണ്ടായിരുന്നു. ഈ കാണുന്നതാണ് ആ കുട്ടിയുടെ ചെറിയ വീട്. ഈ ഒറ്റമുറി വീടിനുള്ളിലാണ് ഇവരെല്ലാവരും അടങ്ങുന്ന കുടുംബം താമസിക്കുന്നത്. വളരെയധികം കഷ്ടപ്പാടുകൾക്കിടയിലാണ് പ്രതിഭാധനിയായ ഈ കുട്ടി പഠിപ്പും കളിയും ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. ഈ കാണുന്നത് ആ കുട്ടിയുടെ മുത്തശ്ശിയാണ്. ഈ കായിക പ്രതിഭയെക്കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ കൊച്ചുമിടുക്കിയുടെ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. മോളുടെ പേരെന്താണ്? എൻ്റെ പേര് സ്മിത്യ. BEM ഹയർ സെക്കൻഡറി സ്കൂൾ പാലക്കാട് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഈ ചെറുപ്രായത്തിൽ ക്രിക്കറ്റിനോട് ഇത്രമാത്രം ഇഷ്ടം തോന്നാൻ കാരണം എന്താണ്? സ്മിത്യ അതൊന്ന് വിശദീകരിച്ച് പറയണം. ചെറുപ്പത്തിൽ അച്ഛനും കൂട്ടുകാരും പാടത്ത് ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടാണ് എനിക്ക് ആദ്യമായിട്ട് ക്രിക്കറ്റിനോട് ചെറിയ ഇഷ്ടം തോന്നിയത്. സ്മിത്യയ്ക്ക് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഏറ്റവും ആരാധന തോന്നിയ കളിക്കാർ ആരൊക്കെയാണ്? MS ധോണിനെയും സ്മൃതി മന്ദാനെയാണ് എനിക്കിഷ്ടം. നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയാണ്, സ്മിത്യ ഇപ്പോൾ കൈവരിച്ചിരിക്കുന്ന നേട്ടം എന്താണ്? പാലക്കാട് ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് ടീമിലേക്ക് അണ്ടർ 50 എനിക്ക് സെലക്ഷൻ കിട്ടി. ഞാൻ 3 മാച്ച് കളിച്ചിട്ട് വന്നു. അത് തൃശ്ശൂരിലാണ് കളിച്ചത്. ക്രിക്കറ്റിലും പഠിപ്പിലും ഉന്നതമായ വിജയങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ സ്മിത്യയുടെ ഏറ്റവും വലിയ മോഹം എന്താണ്? എൻ്റെ ആഗ്രഹം ഇന്ത്യ വനിതാ ടീമിലേക്ക് സെലക്ഷൻ കിട്ടണമെന്നാണ്. പിന്നെ അതിനായി ഞാൻ കഠിനമായ പരിശ്രമം നടത്തും. എൻ്റെ രാജ്യത്തിന് വേണ്ടി കളിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇത്രയും കഷ്ടപ്പാടുകൾക്കിടയിലും തൻ്റെ മകളെ വ്യത്യസ്തമായൊരു മേഖലയായ ക്രിക്കറ്റിലേക്ക് നയിച്ച ആ പാവപ്പെട്ട സാധാരണക്കാരനായ അച്ഛനാണ് ഇത്. പേര് മഹേഷ്. നന്നായി പഠിച്ചു നടക്കേണ്ട ഈ പ്രായത്തിൽ മകൾ കളിക്കുന്നതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? പഠിക്കാൻ ആൾ നല്ല മിടുക്കിയാണ്. നല്ലോണം വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ്. അതുപോലെ തന്നെ സ്പോർട്സിനോടും നല്ല ഇഷ്ടമുള്ള കുട്ടിയാണ്. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അവളുടെ ഇഷ്ടം കണ്ട് ഞാൻ മനസ്സിലാക്കി അവൾ അതിന് പഠിക്കാനും നല്ലപോലെ പോകുന്നുണ്ട്, കളിക്കാനും അതുപോലെ നല്ലപോലെ പോകുന്നുണ്ട്. എൻ്റെ സാഹചര്യം തന്നെ, ഞാൻ വളർന്നു വന്ന സാഹചര്യം കൂടെ എനിക്ക് അതിനോട് ഒന്നും പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ മകളായ കുട്ടിക്ക് ക്രിക്കറ്റിനോട് നല്ല താല്പര്യമുണ്ട്. ഞാൻ അവളെ വിട്ട് എൻ്റെ ആഗ്രഹം സാധിച്ചെടുക്കാനാണ് എൻ്റെ ശ്രമം. മകൾക്ക് ജില്ലാ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയപ്പോൾ അച്ഛനായ താങ്കൾക്ക് എന്ത് തോന്നി? അത് എൻ്റെ മോൾക്കും ഇതുപോലെ ക്രിക്കറ്റിനോട് നല്ല താല്പര്യമുണ്ട്. അപ്പോൾ അവൾ ഇതുപോലെ പാലക്കാട് അക്കാഡമിയിൽ കളിക്കാൻ വേണ്ടി ഞാൻ അയക്കുന്നുണ്ട്. അപ്പോൾ അത് എന്നോട് സാധിക്കാൻ പറ്റാത്തത് എൻ്റെ മകൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മകളോട് ഒരച്ഛൻ്റെ ഉപദേശം എന്താണ്? അവൾ പഠിച്ചും കളിച്ചും വളരട്ടെ. അവളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് നല്ലൊരു അഭിമാനമുണ്ട്. ഇതാണ് സ്മിത്യയുടെ കുടുംബം. അച്ഛൻ, അമ്മ, അനുജത്തി, മുത്തശ്ശി, അമ്മമ്മ, ഇനിയൊരു അനിയൻ കൂടിയുണ്ട്. സ്മിത്യയുടെ മുത്തശ്ശിയോടും സ്മിത്യയുടെ അമ്മയോടും അനുജത്തിയോടും സ്മിത്യയെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. പഠിച്ച് വലിയവളാകണമെന്നുള്ള ആഗ്രഹമുണ്ട്. എൻ്റെ മകൾ കളിച്ച് വലിയ ആളാകണം, അതാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ചേച്ചി നല്ലോണം കളിക്കട്ടെ. ഈ കാണുന്നതെല്ലാം സ്മിത്യയ്ക്ക് പഠനത്തിനും കളിക്കുമായി കിട്ടിയ സമ്മാനങ്ങളാണ്. ഈ കിടക്കുന്ന സർട്ടിഫിക്കറ്റുകളെല്ലാം സ്മിത്യയുടെ കഴിവിന് കിട്ടിയ അംഗീകാരങ്ങളാണ്. സ്മിത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം വളരെയധികം പ്രാധാന്യം നിറഞ്ഞതാണ്. എന്തെന്നാൽ മലയങ്കാവ് ഗ്രാമവും അവിടുത്തെ ജനങ്ങളും പിന്നെ ജില്ലയിലെ ലഹരി വിരുദ്ധ കാര്യങ്ങൾക്ക് മുന്നിട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥനായ അബ്ദുൽ ബാസിദ് സാർ സ്മിത്യയെ പൊന്നാട അണിയിക്കുന്ന സുവർണ നിമിഷത്തിനായി നാം ഏവരും കാത്തിരിക്കുകയാണ്. അബ്ദുൽ ബാസിദ് സാറിനെ നമ്മുടെ എല്ലാവരെയും ഒരു നന്ദി ഞാൻ എൻ്റെ പേരിൽ സ്വാഗതം അറിയിക്കുകയാണ്. അതുകൂടാതെ നമ്മുടെ സ്മിത്യ എല്ലാവരും നല്ലൊരു കൈയ്യടി നൽകേണ്ടതാണ്. നാളേക്കുള്ള നല്ലൊരു ഉദാഹരണമാണ് സ്മിത്യ.
അദ്ദേഹത്തിൻ്റെ നന്മയുള്ള ഒരു വാക്ക് എല്ലാവരും പ്രോത്സാഹനമാണ് നാളേക്കുള്ള പ്രചോദനം. നന്ദി. അദ്ദേഹത്തിന് നമ്മുടെ നാട്ടിലൊരു സ്പോർട്സ്മാനെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. എല്ലാവരും കൈയടിക്കുക. നാളെ നമ്മളെല്ലാവരും ടി വിയിൽ കാണാൻ പോകുന്ന ഒരു സ്പോർട്സ്മാനാണ്. നിമിഷമാണിത്. നാളേക്ക് വേണ്ടി സ്നേഹത്തോടെയുള്ള നമ്മുടെ എല്ലാം ഒരു കരുതലാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ കുടുംബത്തിന് നല്ലൊരു കൈഡ് കൊടുക്കുക. നാളെ നമ്മുടെ മലയങ്കാവിന് അഭിമാനമാകാൻ പോകുന്ന ഒരു യുവത്വമാണ്. എല്ലാവരും സ്നേഹത്തോടെ ഒരു കൈയ്യടി കൊടുത്തവരെ നമ്മൾ 1983 എന്നൊരു സിനിമ മലയാളത്തിലുണ്ട്. നിവിൻ പോളിയാണ് നായകൻ. ആ സിനിമയുടെ അവസാന ഭാഗത്ത് തൻ്റെ മകനെ ക്രിക്കറ്റിൻ്റെ അനന്തമായ സാധ്യതകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസാന സീനാണ് നമ്മൾ കണ്ടിരുന്നത്. അതുപോലത്തെ ഒരു രംഗമാണ് മഹേഷ് സ്മിത്തയെ പരിശീലനത്തിന് കൊണ്ടുപോകുന്ന ഈ സമയത്ത് എനിക്ക് തോന്നിയത്.